അഡ്വക്കേറ്റ് ഹസ്കർ, ഇവിടെ നോക്കൂ, പി ജയരാജനെ പോലുള്ള ഒരു നേതാവിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ കാമ്പിന് അതിന്റെ കടക്കൽ വെട്ടുകയാണ് മനു തോമസ്. അത് തകർത്തെടുക്കാനാണ്. പി ജെയും മകനും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പോക്കിയിട്ടുണ്ടെന്നൊരു ജില്ലാ നേതാവായിരുന്നയാൾ പറഞ്ഞിട്ട് പാർട്ടി മിണ്ടുന്നില്ല കേട്ടോ. ഇപ്പോൾ അതിനെക്കുറിച്ച് പി ജയരാജനെ മിണ്ടുന്നില്ല, എം വി ഗോവിന്ദൻ മിണ്ടുന്നില്ല, ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, ആരും ഏറ്റെടുക്കുന്നില്ല, ആരും പി ജയരാജനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ടി പി ചന്ദ്രശേഖരൻ നുണക്കൊട്ടാരം പൊളിഞ്ഞു വീണ് സഭയിൽ മുഖം നഷ്ടപ്പെട്ട് നിൽപ്പാണ്. ഇന്ന് ആ കാഫർ വ്യാജ സ്ക്രീൻഷോട്ടിൽ അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിനെ പോലെ ഒന്ന് ചോദ്യം ചെയ്യാൻ കെൽപ്പില്ലാത്ത പോലീസിനെ കുറിച്ച് മന്ത്രി രാജേഷ് എത്രമാത്രം ദുർബല ന്യായീകരണങ്ങളിൽ പരിഹാസ്യനാവുകയാണ്, സർക്കാർ മാത്രമല്ല പാർട്ടിയും. അഡ്വക്കേറ്റ് ഹസ്കർ, അത്തരത്തിൽ സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യമാകുന്നത്, മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നത്, ഉരുണ്ട് കളിക്കുന്നത്, എൻ വി പറയുന്നത് പോലെ ആയിരക്കണക്കിന് മനുഷ്യർ ചോര കൊടുത്ത് ചോര നീരാക്കി കെട്ടിപ്പൊക്കിയ ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ നിന്നാണ്. ബി എൻ ഹസ്കർ. ഹഷ്മി, ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നതിനുള്ള എളുപ്പവഴിയായി വലതുപക്ഷ മാധ്യമങ്ങളും പാർട്ടി വിരുദ്ധരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ചെയ്തു പോന്നിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് അതിൻ്റെ നേതാക്കന്മാരെ അവരെ വക്രീകരിച്ച് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ളതും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി കൂടിയാണ്. അദ്ദേഹത്തിൽ പാർട്ടി അണികൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നാളിതുവരെ ആരും അദ്ദേഹത്തിനെതിരെ, ശത്രുക്കൾ പോലും പറഞ്ഞു പരത്താത്ത തരത്തിൽ അദ്ദേഹത്തെ അഴിമതിയുടെയും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും വിദേശത്ത് വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന മക്കളുള്ള ആളായും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ച് കണ്ണൂരും മലബാറിലും തിരക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. സാധാരണ തൊഴിലെടുത്ത് സാധാരണക്കാരെ പോലെ ജീവിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിയുടെ വേണ്ടി കേസുകളിൽ പ്രതിയായി ജയിൽ ശിക്ഷ അടക്കം അനുഭവിച്ച് സാധാരണ നിലയിൽ ജീവിതം കെട്ടുപടുത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിശുദ്ധിയോടുകൂടി ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്ന ആർഭാടങ്ങളിലും ഇടപെടാത്ത, നാളിതുവരെ വിവാദങ്ങളിൽ ഒന്നിലും പങ്കിടാതെ നിൽക്കുന്ന മക്കളുള്ള ഒരച്ഛനെ, ആ മക്കളുടെ പേരിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അത് വലിയ തോതിൽ ചർച്ച ചെയ്ത് പി ജയരാജന് ജനസമ്മതിയുണ്ട് എങ്കിൽ ആ ജനസമ്മതി ഇല്ലാതാക്കാനല്ല. അത് കഴിഞ്ഞ കാലങ്ങളിൽ പി ജയരാജനെ ആക്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ പറ്റിയിരിക്കുന്ന രക്തത്തിൻ്റെ മണം പരിശോധിച്ചു കൊണ്ടായിരുന്നു എങ്കിൽ, അദ്ദേഹത്തിന് ഹിംസകയുടെ മുഖമായി നിങ്ങൾ ചിത്രീകരിച്ചു നൽകിയെങ്കിൽ, ഇപ്പോൾ ആ വിമർശകർക്ക് മുന്നിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൊലപാതകങ്ങളോ അക്രമ പരമ്പരകളും നടക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയെങ്കിൽ അഴിമതിക്കാരനാക്കാം, എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു മനുഷ്യനെ എത്ര പെട്ടെന്നാണ് കൊലപാതകങ്ങളും അക്രമ പരമ്പരകളും പി ജയരാജന്റെ ഔദാര്യത്തിൽ നിന്നതല്ല. അധിക്ഷേപങ്ങൾ പരസ്പരം വെട്ടി ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഘട്ടത്തിൽ പാർട്ടി നേതാക്കൾ തീരുമാനിച്ചു, ഇനി CPM-ഉം RSS-കാരും കൊല്ലപ്പെടേണ്ട എന്ന് പാർട്ടി നേതാക്കൾ തീരുമാനിച്ചു. പാർട്ടി നേതാക്കൾക്ക് ആഗ്രഹമുണ്ടായപ്പോൾ, തീരുമാനമുണ്ടായപ്പോൾ സ്വിച്ചിട്ട പോലെ ചർച്ചകൾക്ക് തുടക്കമിട്ടു. RSS-ഉമായി ചർച്ചകൾ നടന്നു, ശ്രീയം മധ്യസ്ഥനായി, അങ്ങനെ നിന്നതാണ്. അതല്ലാതെ ഏതെങ്കിലും ജില്ലാ സെക്രട്ടറിയുടെ ഔദാര്യത്തിൽ അങ്ങ് ഏകപക്ഷീയം നിന്ന് പോയതല്ല. പാർട്ടി നേതാക്കൾ മനസ്സുകൊണ്ട് വിചാരിച്ചു, സ്വിച്ചിട്ട പോലെ നിന്നു നരഭേദം. അക്കാലം അത്രയും നടന്നു പോട്ടെ, നല്ല കാര്യം ഞാൻ പറയുള്ളൂ. ശ്രീ അസ്കർ, ഇവിടെ ഈ ചർച്ചയിൽ CPM ഔദ്യോഗിക പ്രതിനിധിയെ വിടുന്നില്ല. ഇപ്പോൾ എന്താണ്, മറ്റൊരു ചാനലിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാൽ കാഫർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ ആളെ വിടുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ CPM അതിൻ്റെ ഔദ്യോഗിക പ്രതിനിധികളെ വിടുന്നില്ല. ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയം അടക്കം പ്രതിപക്ഷം കൊണ്ടുവരാൻ ഉന്നയിച്ച കാര്യമാണ്. മനു തോമസ് പറയുന്നു, ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ അവരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാഠവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം എന്ന് വെല്ലുവിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് പി ജയരാജനെ ഡിഫെൻഡ് ചെയ്യാൻ ആരും വരാത്തത്? പാർട്ടിയുടെ ഒരു പ്രതിനിധി വരാത്തത്? എം വി ഗോവിന്ദൻ പറയാത്തത്? എം വി ജയരാജൻ പറയാത്തത്? പിണറായി വിജയൻ പറയാത്തത്? ആരും പറയാത്തത് എന്താണ്? ഹസ്കർ പറയേണ്ടതല്ലോ അത്. അതല്ല ഹാഷ്മി, ഇതിൽ കാണേണ്ടത് പാർട്ടി ഒരു നിലപാട് ഇക്കാര്യത്തിൽ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ജനങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. CPIM ജനങ്ങളുടെ പാർട്ടിയാണ്. പാർട്ടി വലിയൊരു ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ഇന്നലെ വരെ നേരിട്ട പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള തിരുത്തലുകളുമായി തീരുമാനങ്ങളുമായി ജനങ്ങളെ സമീപിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ ഉത്തമ താല്പര്യം, ഉത്തമ ബോധ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായി തനിക്ക് അനുഭവപ്പെടുന്നതോ തനിക്ക് ബോധ്യമുള്ളതോ കാര്യങ്ങൾ തൻ്റെ ഘടകങ്ങളിൽ പറയുകയും
ആ ഘടകങ്ങളെ മറ്റൊരു കൊണ്ട് വിഷയം അത് ഭാസ്കർ, അന്വേഷിപ്പിക്കുകയും അത് മറ്റൊരു വിഷയം ഭാസ്കർ. ഇപ്പൊ എം വി തീരുമാനമെടുപ്പിക്കുകയും ജയരാജൻ ചെയ്യുക അവിടുത്തെ എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി എന്ന് ഇവിടെ പറഞ്ഞാൽ മനുവിന്റെ ഘടകത്തിന്റെ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ. മനു തോമസ് പറഞ്ഞു അതേ കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. മനു തോമസ് പറഞ്ഞു എന്താണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ല, അങ്ങനെ സ്വാഭാവികമായ പാർട്ടിക്ക് പുറത്തേക്ക് പോയതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് വീണ കാര്യമാണ്. പി ജയരാജൻ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി എന്നുള്ള ഒരു സത്യം. പക്ഷേ പി ജയരാജനെതിരെ ആ ജില്ലാ കമ്മിറ്റിയിൽ ഇരുന്ന ആൾ പറയുന്ന അതിഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടക്കം ആരോപണങ്ങളാണ്. പി ജയരാജനെ കുറിച്ച് പറയുന്ന പോസ്റ്റിൽ എടയന്നൂരും ഈ പറഞ്ഞ ഒഞ്ചിയും അടക്കം പരാമർശിക്കുകയാണ്. ഒരു വാർത്താക്കുറിപ്പിലൂടെയെങ്കിലും എം വി ജയരാജനെ നിഷേധിക്കാനുള്ള ധാർമ്മിക ബാധ്യതയില്ലേ? എം വി ഒന്നും പോട്ടെ, എം വി ജയരാജനില്ലേ ശ്രീ ഭാസ്കർ? കമാന്ന് മിണ്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഹാഷ്മി അത് കൃത്യമായി പാർട്ടി അതിനൊരു നിലപാട് പറയും. എം വി ജയരാജനോ പാർട്ടിയുടെ സെക്രട്ടറി എം വി ഗോവിന്ദനോ ഇക്കാര്യത്തിൽ ഉറപ്പായും അക്കാര്യത്തിലൊരു നിലപാട് പറയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നിലപാട് പറയാതിരിക്കാനാവില്ലല്ലോ. നിങ്ങളിങ്ങനെ ആവർത്തിച്ച് CPM-നെ ആക്രമിക്കുന്നതിനു വേണ്ടി സർവ്വമുനകളില്ലാത്ത അമ്പുകളും എടുത്ത് ഇങ്ങനെ പ്രയോഗിക്കുകയാണല്ലോ. ഒടുവിൽ ഇപ്പോൾ മനു തോമസ് എന്ന് പറയുന്നത്. മനു തോമസ് ഒരു പരാതി നൽകി. ആ പരാതിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ആലോചിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ കൊണ്ട് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ കടമ്പില്ലെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുകയും അതിനുശേഷം വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അതിനെ തുടർന്ന് സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകരാകുമ്പോൾ ആ പാർട്ടി നേതാക്കൾ ഒരു ഘടകങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും വ്യക്തിവിരോധത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തനം നിർത്തിപ്പോയിട്ടുണ്ട്. പാർട്ടി അംഗത്വം പുതുക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെ പുതുക്കാതിരുന്ന കൂട്ടത്തിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ പാർട്ടി മനുവിനെ പുറത്താക്കി എന്നൊരു നിലപാടല്ല എടുത്തത്. പാർട്ടി വസ്തുത പറയുന്നു. പക്ഷെ മാധ്യമങ്ങളിലേക്ക് വരുന്ന വാർത്ത എന്താ? വലതുപക്ഷ മാധ്യമങ്ങൾ അത് ആഘോഷമാക്കിയത് മനു തോമസിനെ പാർട്ടി പുറത്താക്കി എന്നർത്ഥത്തിലാണ്. അങ്ങനെ വന്നപ്പോൾ പാർട്ടി സ്വയം പറഞ്ഞല്ലോ, പാർട്ടിയുടെ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു, പറയുന്നു മനു തോമസിനെ പുറത്താക്കിയെന്ന് ഒരു മാധ്യമങ്ങളിലും വന്ന വാർത്തയല്ല. 15 മാസമായി മനു തോമസിനെ പുറത്താക്കിയെന്ന് ഒരു മാധ്യമങ്ങളിലും വന്ന വാർത്തയല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. എങ്ങനെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്? മനു തോമസ് ഇതൊക്കെ കണ്ട് മനസ്സുമടുത്ത് മനു തോമസ് ഒതുങ്ങി വീട്ടിൽ പോയിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രീ NV ബാലകൃഷ്ണൻ ചെയ്തതുപോലെ അംഗത്വം പുതുക്കുക. ഒരു പാർട്ടി അംഗത്തിന് പാർട്ടിക്കുള്ളിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിഷേധം അംഗത്വം പുതുക്കാതെ അദ്ദേഹം ഒതുങ്ങി. മനോവേദനയിൽ മാറിപ്പോയി. അദ്ദേഹത്തിൻ്റെ 3 ജില്ലാ കമ്മിറ്റികൾ പങ്കെടുക്കാതിരിക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ആൾ മാറി. അങ്ങനെ സ്വാഭാവികം വന്നൊരു നടപടിക്രമത്തെ തെറ്റായ രീതിയിൽ ഈ പറയുന്ന ആർമികളിലേക്ക് ഇറക്കി കൊടുക്കുകയും മനു തോമസിനെ പുറത്താക്കിയെന്ന് ഈ സൈബർ സംഘങ്ങളിൽ നടന്ന ആഘോഷത്തെ തുടർന്നാണ് മനു തോമസിന് പ്രതികരിക്കേണ്ടി വന്നത്. അദ്ദേഹത്തെ സാമ്പത്തിക തട്ടിപ്പുകാരനാക്കി ചിത്രീകരിച്ചപ്പോഴാണ് മനു തോമസിന് പറയേണ്ടി വന്നത് അങ്ങനെയല്ല, ഒരു സാമ്പത്തിക തട്ടിപ്പ് ഞാൻ നടത്തിയിട്ടില്ല, എനിക്ക് ജനങ്ങളോട് മറച്ചു വെക്കാനില്ലാത്തൊന്നും എനിക്കില്ല, പി ജയരാജ താങ്കൾക്ക് ആ ധൈര്യമുണ്ടെങ്കിൽ വാ നമുക്ക് സംവാദത്തിലിരിക്കാം എന്ന് മനു തോമസ് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന സൈബർ സംഘങ്ങളിൽ മനു തോമസിനെ വേട്ടയാടിയപ്പോഴാണ്. അല്ലാതെ ഒരു മാധ്യമങ്ങളും പുറത്താക്കിയെന്ന് വാർത്ത വന്നിട്ടില്ല. ഭാസ്കർ, അങ്ങനല്ല മനു തോമസിന് പറയേണ്ടിയിരുന്നത്. മനു തോമസ് അംഗമായിരുന്ന ആ ഘടകത്തിൽ അവിടെയാണ് സംവാദത്തിൻ്റെ ഇടം. അല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് സംവാദത്തിന് വെല്ലുവിളിക്കുകയല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യേണ്ടിയിരുന്നത്. മനു തോമസിനോട് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മനു തോമസ് എന്ന് പറയുന്നത് ഒരു ഉദാത്ത മാതൃകയായിട്ടുള്ള ഒരു യുവജന നേതാവ് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷേ അദ്ദേഹം വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ചട്ടുകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്താണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായി പടുതുയർത്തപ്പെട്ട ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായി അവതരിപ്പിക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. കേരള സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയിൽ പ്രഹസനാന്വേഷണം കഴിഞ്ഞ ശേഷം മനു തോമസ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അയക്കുന്ന കത്താണ്. സഖാവേ, ഞാൻ കഴിഞ്ഞ 2022 ഏപ്രിൽ മാസം അവസാനം കണ്ണൂർ DCക്ക് ഒരു പരാതി നൽകിയിരുന്നു. DYFI ജില്ലാ പ്രസിഡന്റും പാർട്ടി DC അംഗവുമായിരുന്ന എനിക്കെതിരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളുമായി ചേർന്ന് DYFI നേതാവും പാർട്ടി DC അംഗവുമായ M ഷാജർ ഗൂഢാലോചന നടത്തിയെന്നതായിരുന്നു ഉള്ളടക്കം. അതിൽ തെളിവായി ആകാശ് തില്ലങ്കേരി എന്ന കൊട്ടേഷൻ ക്രിമിനലിന്റെ ഒരു രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന വോയിസ് നോട്ട് കൂടി DCക്ക് മുന്നിൽ ലഭിച്ചിരുന്നു. എന്നാൽ ഈ പരാതി അന്വേഷിക്കാൻ 1 വർഷത്തോളം പാർട്ടി DC തയ്യാറായില്ല. 3 തവണ DC യോഗത്തിൽ ആക്ഷേപമായി പറഞ്ഞിരുന്നു. അതിൽ നീതി ലഭിക്കണമെന്ന്. ഈ ആക്ഷേപം മേൽപ്പറഞ്ഞ കമ്മീഷനാണ് പരിശോധിച്ച് തെളിവെടുപ്പ് നടത്തിയെന്നാൽ ഗുരുതരമായ M ഷാജറിന്റെ ഈ കാര്യത്തിലെ പങ്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധക്കുറവുണ്ടാകരുത് എന്നൊരു പരാമർശത്തോടെ അവസാനിപ്പിച്ചു. പാർട്ടിക്കുള്ളിൽ മനു തോമസ് നടത്തിയ പോരാട്ടത്തിന് അനന്തരഫലമാണ് എന്ന് പറഞ്ഞാൽ ഈ ആകാശ് തില്ലങ്കേരിയുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ രഹസ്യ ഗ്രൂപ്പിൽ പോയി മനുവിനെതിരെ പോരാടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഷാജറെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നിട്ടാണ് താങ്കൾ പറയുന്നത് പാർട്ടിക്കുള്ളിൽ പോരാടണമെന്നല്ലേ?
അങ്ങനെയല്ല ഹഷ്മി, അത് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ വായിച്ച കത്തിൻ്റെ വസ്തുത സംബന്ധിച്ച് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും ആ കത്ത് ഇത്തരത്തിലാണ് എങ്കിൽ അതിൻ്റെ വരികൾക്കിടയിൽ തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വസ്തുതകൾ ശരിയല്ലെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബാധ്യത എന്ന് പറയുന്നത് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തിയെക്കാളും വലുതാണ് എന്നുള്ളതും പാർട്ടിയാണ് എല്ലാത്തിനും മീതെ എന്നുള്ളത് കൊണ്ട് പാർട്ടി നടത്തിയിട്ടുള്ള അന്വേഷണം അത് ശരിവെക്കുകയായിരുന്നു വേണ്ടത്. അദ്ദേഹത്തിന് വീണ്ടും പരിഭവവും പരാതിയും തുടങ്ങുന്നു. ഒരു വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും ഇച്ഛാഭംഗം ഉണ്ടാകും. അങ്ങനെ ഇച്ഛാഭംഗം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ വ്യക്തി ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിപ്പോകും. ഇതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളതാണ്. കെ ആർ ഗൗരിയമ്മ പാർട്ടി ഉയർത്തിയിട്ടുള്ള വെല്ലുവിളി, MV രാഘവൻ നടത്തിയിട്ടുള്ള വെല്ലുവിളി, ആ വെല്ലുവിളികളൊക്കെ വളരെ കൃത്യമായി പാർട്ടിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. പിന്നാണല്ലോ ഒരു മനു തോമസ് കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാർ ആകമാനം അദ്ദേഹത്തോടൊപ്പം നിന്നില്ല. ഒരു പ്രത്യയശാസ്ത്ര പരിസരത്തെ വെല്ലുവിളിയും സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, ലഹരി മാഫിയ, കൊട്ടേഷൻ, ഗുണ്ടാ സംഘങ്ങളുമായി പാർട്ടി നേതാക്കളുടെ ബന്ധം പറഞ്ഞുള്ള ഒരു സമരത്തിനെയും സമീകരിക്കല്ലേ ഭാസ്കർ?